നമസ്കാരം. കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിൽസൺ കല്ലൻ. പ്രധാന വാർത്തകൾ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ക്രൈസ്തവ സഭകളും മുസ്ലിം സംഘടനകളും പ്രതിപക്ഷവും. ഭരണപക്ഷത്ത് ഭിന്നത. പ്രിയദർശിനി സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി തുടരാം എന്ന് ഹൈക്കോടതി. ഖത്തറിൽ പൊട്ടിത്തെറി, നിരവധി പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാന ബജറ്റിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കൽ തീരുമാനം സർക്കാരിനെയും UDF-നെയും വൻ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. എക്സൈസ് വകുപ്പിലോ മുന്നണിയിലോ വിശദമായ ചർച്ചകൾ നടത്താതെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണിതെന്ന് ആക്ഷേപം ശക്തമാകുന്നു. സ്വന്തം മന്ത്രിസഭയിലെ എക്സൈസ് മന്ത്രി തന്നെ അതൃപ്തി രേഖപ്പെടുത്തി മുഖ്യമന്ത്രിയെ കണ്ടു. ഇതിനു പുറമെ ക്രൈസ്തവ സഭകളും കോൺഗ്രസിലെ മുതിർന്ന നേതാവും മന്ത്രിയുമായിരുന്ന VM സുധീരനും മുസ്ലിം സംഘടനകളും പ്രതിപക്ഷവും ഒരേ സ്വരത്തിൽ സർക്കാരിനെതിരെ അണിനിരക്കുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. മദ്യലോബിയെ സഹായിക്കാനാണോ ഈ നീക്കം? എന്താണ് ഈ വിവാദത്തിനു പിന്നിൽ? ബജറ്റിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന്റെ നികുതി നിലവിലുള്ള 251% നിന്ന് 120%, 20% വരെയുള്ളവയുടേത് 175%, കുറച്ചതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. സ്പിരിറ്റ് അടങ്ങിയ റെഡി ടു ഡ്രിങ്കിന് ഇത്തരത്തിൽ ഇളവ് നൽകിയത് വൻകിട മദ്യ കമ്പനികളെ സഹായിക്കാനാണെന്നാണ് ആക്ഷേപം. തീരുമാനം അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്ന് മുൻ മന്ത്രിയും മുൻ സ്പീക്കറും മുൻ KPCC പ്രസിഡന്റുമായിരുന്ന VM സുധീരൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. സർക്കാർ തീരുമാനം യുവജനങ്ങളെയും സ്ത്രീകളെയും കൂടുതൽ മദ്യപാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന തീരുമാനം പിൻവലിക്കണമെന്ന് വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും മുസ്ലിം സംഘടനകളും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതേസമയം മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനത്തിൽ UDF-ലും കോൺഗ്രസിലും പൊട്ടലും ചീറലും തുടങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇടതുപക്ഷം പഴച്ചാറിൽ നിന്ന് വൈൻ ഉണ്ടാക്കാൻ അനുമതി നൽകിയപ്പോൾ അതിനെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി ഭരണമേറ്റെടുത്തപ്പോൾ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെയാണെന്ന് ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തി. ഇവിടെയാണ് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ അത്തളപിത്തള തവളാച്ചി കളി പ്രകടമാകുന്നത്. ഇപ്പോഴാണ് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ അവസരത്തിനൊത്തുള്ള താളം ചവിട്ടുന്ന രാഷ്ട്രീയത്തിന് പകരമായി ഒരു ബദൽ രാഷ്ട്രീയത്തിന്റെ ആവശ്യം കേരളത്തിൽ അനിവാര്യമാകുന്നത്. സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി തുടരാമെന്ന് ഹൈക്കോടതി. KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള പ്രിയദർശിനി പദ്ധതി സർക്കാരിന് തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചു. സൗജന്യ യാത്രാ പദ്ധതി നിർത്തണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. പദ്ധതി രാഷ്ട്രീയ നേട്ടത്തിനുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനമെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. ശാസ്ത്രീയ പഠനം നടത്താതെ നടപ്പാക്കിയ ഈ പദ്ധതി സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നായിരുന്നു ഹർജിക്കാരന്റെ പരാതി. എന്നാൽ സർക്കാർ വാഗ്ദാനം നടപ്പിലാക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി കോടതി തള്ളിയത്. ഖത്തറിൽ വൻ പൊട്ടിത്തെറി, നിരവധി പേർക്ക് പരിക്ക്, നിരവധി പേരെ കാണാനില്ല. ഖത്തറിലെ റാസ് ലഫാനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട LNG പ്രോസസിംഗ് പ്ലാന്റിലുണ്ടായ സ്ഫോടനത്തിൽ 55ഓളം പേർക്ക് പരിക്ക്. സാങ്കേതിക പ്രശ്നമാണ് പൊട്ടിത്തെറിക്ക് കാരണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇറാന്റെ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ആഗോള ഊർജ വിപണിയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ് ഖത്തറിലെ ഈ സ്ഫോടനം. ഞായറാഴ്ച രാത്രി ജീവനക്കാർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോഴാണ് സ്ഫോടനം നടന്നത്. പറവൂർ നഗരസഭ സാഹിത്യ സദസ്സ് നടത്തി.
നോർത്ത് പറവൂർ നഗരസഭ മുസിരീസ് ലൈബ്രറിയുടെ പ്രതിമാസ സാഹിത്യ സദസ്സും PN പണിക്കർ അനുസ്മരണ വായനാ ദിനവും സാഹിത്യ പ്രതിഭകളെ ആദരിക്കലും നഗരസഭ ലൈബ്രറി ഹാളിൽ നടന്നു. നഗരസഭ ചെയർപേഴ്സൺ രമേശ് ഡി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള വലിയൊരു അവസ്ഥയാണ് നമ്മുടെ. പക്ഷെ ആ 10% കൂടുതൽ എഴുത്തുകാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പുസ്തകങ്ങൾ, നിരവധി കാര്യങ്ങൾ. പുസ്തകത്തിലൂടെയാണ് നമ്മളൊരു നാടിന്റെ സമുദ്രധനമാണ്. ആ നാടിന്റെ സംസ്കാരത്തെക്കാൾ ഉപരി നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓരോരുത്തരുടെ കാഴ്ചപ്പാടും മറ്റൊരാളുടെ മനസ്സിലേക്ക് കയറിച്ചേരുന്ന ഏറ്റവും വലിയ ഉപാധിയാണ്. നമ്മുടെ കുട്ടികളൊക്കെ, പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ച് അറിവിന്റെ ലോകത്തിലേക്ക് എത്തി. നഗരസഭാ സ്ഥിരം കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വളർന്നു വരുന്ന തലമുറകളിൽ ഇല്ലാത്തൊരു കാര്യമാണ് വായനാശീലം. കൊച്ചുകുട്ടികൾക്കൊന്നും ഇപ്പൊ വായിക്കാനുള്ള ഒരു ശ്രദ്ധയില്ല. അവരെന്തായാലും മൊബൈലിൽ നോക്കിയാണ് ഒരു തക്കം നൽകുന്നതിൽ ഒരു നീക്കം അവർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. നമ്മളെ പണ്ടുകാലങ്ങളിലുള്ള വായനാശീലം പുതിയതായിട്ട് കൊണ്ടുവരാൻ നമ്മള് മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കണം. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തനവുമായ NM പിയേഴ്സൺ മാസ്റ്റർ പ്രഭാഷണം നടത്തി. ഒരു സമൂഹത്തിന് സംഭവിക്കാൻ സാധ്യതയുള്ള അത്യാഹിതങ്ങളെ മുൻകൂട്ടി കാണാൻ പ്രവചന സ്വഭാവത്തോടുകൂടി അത് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് ആർക്ക് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എഴുത്തുകാർക്ക് എന്നാണ്. നമ്മൾ പലതരത്തിലുള്ള അത്യാഹിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ അത്യാഹിതത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നമ്മുടെ സമൂഹത്തിന് നൽകുക എന്ന ഏറ്റവും ഉത്തരവാദിത്വപൂർവമായിട്ടുള്ള പ്രവൃത്തി നിർവഹിക്കുന്നവരാണ് എഴുത്തുകാർ. എഴുത്തുകാരൻ സോക്രട്ടീസ് K. വാലത്ത് തുടങ്ങിയ പറവൂരിലെ എഴുത്തുകാരെ പൊന്നാടയിട്ട് ആദരിച്ചു. നഗരസഭ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ KG ഹരിദാസൻ, പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ CA രാജീവ്, കൗൺസിലർ K. രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ലൈബ്രറിയിൽ നിന്ന് കൂടുതൽ പുസ്തകമെടുത്ത് വായിച്ചവരെയും വായനശാലയിൽ മുടങ്ങാതെ സന്ദർശനം നടത്തിയവരെയും ചടങ്ങിൽ ആദരിച്ചു. കൗൺസിലർമാർ, സാഹിത്യകാരന്മാർ, വായനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട ഭാരതീയ വിദ്യാഭവനിൽ ഡിജിറ്റൽ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി. പൂർവ്വ വിദ്യാർത്ഥിയായ പ്രണവ് B. മേനോൻ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ സ്കൂൾ ലീഡർമാരെ തെരഞ്ഞെടുത്തത് പുതുമയായിട്ട് മാറി. ജനാധിപത്യ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിൽ വളർത്തുന്നതോടൊപ്പം സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും പരിചയപ്പെടുത്താൻ സ്കൂൾ പാർലമെന്ററി തെരഞ്ഞെടുപ്പിലൂടെ സാധ്യമായി. 6ാം ക്ലാസ് തുടങ്ങി 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ ഡിജിറ്റൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി തങ്ങളുടെ ലീഡർമാരെ തെരഞ്ഞെടുത്തു. മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിലൂടെ സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും സാധിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇന്ത്യയിൽ കുപ്രസിദ്ധമായ സാഹചര്യത്തിലാണ് ഭാരതീയ വിദ്യാഭവനിൽ ഈ പരീക്ഷണം നടത്തി ശ്രദ്ധേയമായത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തെരഞ്ഞെടുപ്പ് സുതാര്യവും വേഗതയിലും നടത്താൻ കഴിയുമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. നീരവ് വിജിത് കുമാർ, NN പൗർണമി എന്നിവരെ സ്കൂൾ ലീഡർമാരായും അനിരുദ്ധ് പാർവതി എന്നിവരെ അസിസ്റ്റന്റ് ലീഡർമാരായും തെരഞ്ഞെടുത്തു. പ്രിൻസിപ്പൽ ബിജു വർഗീസ്, വൈസ് പ്രിൻസിപ്പൽമാരായ സുജാത രാമനാഥൻ, ഗിരിജ മേനോൻ, അധ്യാപകരായ അഞ്ജു രാജഗോപാൽ, നിഷ നായർ, VP പ്രിയ, ഫ്ലോറി ഫ്രാൻസിസ്, ലക്ഷ്മി ഗിരീഷ് എന്നിവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.